മൂവാറ്റുപുഴ നഗരത്തിലെ തട്ടുകടകളിൽ നഗരസഭാ ജനപ്രതിനിധികളുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ചില തട്ടുകടകൾക്ക് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടകൾ അടച്ചുപൂട്ടിക്കുമെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. മൂവാറ്റുപുഴ നഗരത്തിലെ തട്ടുകടകളിൽ നഗരസഭാ ജനപ്രതിനിധികളുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ചില തട്ടുകടകൾക്ക് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടകൾ അടച്ചുപൂട്ടുമെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, സ്ഥിരസമിതി അധ്യക്ഷരായ P രജിത, അസം ബീഗം, ജിനു മടയക്കൽ, വാർഡ് കൗൺസിലർ ഷിത റാണി എന്നിവരടങ്ങിയ ജനപ്രതിനിധികളുടെ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയിൽ കടകളുടെ ലൈസൻസ്, ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് തുടങ്ങിയ രേഖകൾ വിശദമായി പരിശോധിച്ചു. കടകളിൽ ഉപയോഗിക്കുന്ന വെള്ളം, എണ്ണ, മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ, പരിസര ശുചിത്വം എന്നിവയും സംഘം വിലയിരുത്തി. നഗരസഭാ പരിധിയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്നും വരും ദിവസങ്ങളിൽ നഗരസഭയുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശുചിയായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ എല്ലാ തട്ടുകടകളിലും മിന്നൽ പരിശോധനകൾ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. ഇന്നതിന് ഔദ്യോഗികമായിട്ട് ഇന്നിവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ടെങ്കിലും കൂടുതൽ വിശദമായിട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള പ്രതിരോധ നടപടികളെ പറ്റിയൊക്കെ ഇവർക്ക് അവബോധം കൊടുത്തുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, പഴക്കമില്ലാത്ത ഇറച്ചികളും മറ്റു വസ്തുക്കളുമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇൻസ്പെക്ഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ തട്ടുകടകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം മുതൽ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് സ്ക്വാഡ് ഇറങ്ങും. അത് മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും സ്ക്വാഡ് ഇറങ്ങാവുന്ന ഒരു അവസ്ഥ മൂവാറ്റുപുഴ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഹോട്ടൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം മലിനജലം പുറത്തേക്ക് തള്ളുന്നതിനെതിരെ ശക്തമായ നടപടികൾ അവലംബിക്കുവാനായിട്ട് നഗരസഭ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും.